പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. മയൂക ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊരു ശിവലിംഗമാണ്. ഞാനിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ന്യൂസ് പേപ്പർ ചുരുട്ടിയത് ഞെക്കിയും വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ചുരുട്ടി വെച്ചേക്കുന്നത്. ശരിക്കും കുറച്ച് പശ തേച്ച് കൊടുക്കണം, എന്നിട്ട് മടക്കണം. എന്നിട്ട് ബാക്കിയുള്ളതിലൊക്കെ പശ തേക്കാതെ മടക്കണം. ഇതിപ്പോൾ ഞാൻ ഉരുട്ടി. ഇനി വേറെ ഒരെണ്ണം അങ്ങനെ തന്നെ ചെയ്യണം. അതേപോലെ കുഞ്ഞിത് 4 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കുറേ ചുറ്റി 2 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി ഈ കുഞ്ഞിതിൽ നമ്മൾ കുഞ്ഞിതിൻ്റെ ഒരെണ്ണം നൈസായിട്ടുള്ള എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പുറത്തേക്കൊന്ന് ഉന്തി വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് ഉന്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരേ സൈസാണ്. ഇനി നമ്മളെല്ലാം ഈ കുഞ്ഞിത് ലൈനിൽ ഒട്ടിച്ചു വെക്കണം. നമ്മൾ ഉന്തി വെച്ചത് ഏറ്റവും മേലെയും ഒട്ടിക്കണം. ഇനി അടുത്തേലും ഇങ്ങനെ പശ തേച്ച് കൊടുക്കണം. തൊപ്പി പോലെ വെച്ചത് നമ്മൾ ഉന്തി വെച്ചതിൻ്റെ സൈഡിലാണ് പശ ചേർക്കേണ്ടത്. നൈസായിട്ട് ചുറ്റിയത് കുറച്ച് പുറകോട്ട് ഉന്തി കൊടുക്കണം. ഞാനിപ്പോൾ പുറത്തേക്ക് എല്ലിയിട്ടുണ്ട്. നമ്മൾ ഇത് മാറ്റി വെക്കണം. ഇനി അതേപോലെ ഇതും കുറച്ചധികമായിട്ട് പുറത്തേക്ക് തള്ളിക്കൊടുക്കണം. നമ്മൾ തള്ളി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് അത് ഒന്ന് വെച്ച് വെക്കണം. വെച്ച് നോക്കിയിട്ടുണ്ട്, ഇത് കറക്റ്റാണ്. ഇനി നമ്മൾ ഇതിനൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഇതിൽ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ മടക്കണം. അങ്ങനെ തന്നെ അറ്റം വരെ മടക്കണം. ഇപ്പം നമ്മൾ ഇതിങ്ങനെ ആക്കി ഒരു ഇതുകൂടെ എടുക്കണം. ഇതൊന്ന് നേരെയാക്കണം.
എന്നിട്ട് ഇത് നടുവെ ഇങ്ങനെ മടക്കി ഇവിടെ ഇങ്ങനെ ഞെക്കണ്ട. എന്നിട്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. ഇത് ഒട്ടിക്കണം. ഞാനിത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു. ഇനി ഇതിങ്ങനെ ആക്കണം. എന്നിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. ഇനി വിടവ് കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കണം. ടിഷ്യൂ ഒട്ടിക്കാൻ വേണ്ടി ഒരു സ്പോഞ്ച് പിന്നെ വെള്ളവും പശയും മിക്സ് ചെയ്യണം. ഇനി ടിഷ്യൂ എടുക്കണം നിങ്ങൾ. എല്ലാം കൂടെ നമ്മൾ ഒട്ടിക്കണം. ഞാനിപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചു നേരം ഉണക്കാൻ വെക്കണം. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ള വരയാണ് എൻ്റെ സൈഡിൽ വരച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇതിൻ്റെ നടുക്ക് യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം.